ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ വേദമുറിയിലേക്ക് കയറി വന്നു. ആ സമയത്ത് നമ്മുടെ വിക്രം പറഞ്ഞു, വേദം ഒന്നും പറഞ്ഞില്ല, വിക്രമാണ് അങ്ങോട്ടേക്ക് പറഞ്ഞത്, കഴിയുന്നതും വേഗം ഞാൻ നിന്റെ വള എടുപ്പിച്ച് തന്നേക്കാം, ഏറിയാൽ ഒരാഴ്ച. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഈ വീട്ടിൽ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? ഞാനോ? അല്ലാതെ പിന്നെ നിന്റെ ഓർണമെന്റ്സ് പോയത് അല്ലാതെ ഈ വീട്ടുകാരെങ്ങനെ അറിഞ്ഞു? ആഹാ, വള കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞതാണോ ഈ ഇത്ര വലിയ കുറ്റമായത്? അപ്പോൾ ഈ വീട്ടിലെല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും എൻ്റെ അമ്മ മാത്രം എൻ്റെ ഒപ്പം നിന്നത്, നീയായിട്ട് അതും ഇല്ലാതാക്കി. അമ്മയ്ക്ക് അങ്ങനെ ആരെയും വെറുക്കാനൊന്നും പറ്റില്ല. അഥവാ എന്തെങ്കിലും ദേഷ്യമോ വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതല്ലേ. വള വേണമെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ഊരി തരുമായിരുന്നല്ലോ. ഓഹോ, അപ്പം ചോദിക്കാതിരുന്നോണ്ടാണോ നീ ആളുകളെ അറിയിച്ച് ബഹളം വെച്ചത്? ദേ വീണ്ടും. അതിന് ഞാൻ ബഹളം വെച്ചതല്ല. കാണാതെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും കയറി വന്നു. എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അച്ഛനത് ഏറ്റെടുത്തു. വീട്ടിൽ ഒരു വള കാണാതെ പോയാൽ അതാരെങ്കിലും എടുത്തിട്ടുണ്ടാവുമെന്ന് വിനായകൻ ചേട്ടൻ ആദ്യം പറഞ്ഞത്. അപ്പം അച്ഛൻ എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ച് വേദ കൈമലർത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വിക്രം കുറച്ച് ദേഷ്യത്തിലാണ്. ഇന്ന് അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിക്രം എന്തിനാണ് തെറ്റ് ചെയ്ത പോലെ ഏറ്റു പറഞ്ഞത്? ഞാൻ എടുത്തത് എൻ്റെ ഭാര്യയുടെ വളയാണെന്നും അത് മറ്റാരും അന്വേഷിക്കേണ്ടെന്നും തുറന്നു പറയാതിരുന്നില്ലേ? അപ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞു, ആഹാ, അങ്ങനെ പറഞ്ഞിട്ട് വേണം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ വായിൽ നിന്ന് വീണിട്ട് വേണം ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചു എന്ന് ബാക്കിയുള്ളവരൊക്കെ കൂടി മനസ്സിലാക്കാനായിട്ട്, എല്ലാവരെ കൊണ്ടും നിനക്ക് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ അംഗീകരിക്കാൻ മാത്രം നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. എൻ്റെ മുതലെടുത്തുകൊണ്ട് പോയി വിൽക്കാനും പണയം വെക്കാനും നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. അതിന് നിൻ്റെ മുതലാരും വിറ്റ് തൊലച്ചിട്ടില്ല. ഏറിയാൽ ഒരാഴ്ച അതിനുള്ളിൽ തിരിച്ചെടുത്തോണ്ട് തരും. അപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്നെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിലും ഞാൻ നിങ്ങളെ ഭർത്താവായി കണ്ട് തന്നെ ഇവിടെ കഴിയുന്നത്. അപ്പോൾ വിക്രം ചോദിച്ചു, ഒന്നിറങ്ങി പോകുന്നുണ്ടോ? അതിന് ഞാൻ ഈ മുറി താമസമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ഈ മുറി മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുണ്ടാക്കിയെടുക്കണം. ഒരാൾക്ക് പോലും കിടക്കാൻ പറ്റാത്ത ഈ കട്ടിലും ഒന്ന് മാറ്റണം. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം അല്ലേ വിക്രമേട്ടാ? ദേ പെണ്ണേ എന്നും പറഞ്ഞിട്ട് തല്ലാനായിട്ട് തുടങ്ങുകയാണ്. ചൂടാവാതെ അവിടെ വെറുതെ ഇരുന്നപ്പം നിങ്ങൾക്ക് ആ വളയെടുക്കാൻ തോന്നിയില്ലേ? അതിന് കാരണം എന്താണെന്ന് അറിയാവോ? അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന തോന്നല. നിങ്ങൾ വേറെ ആരുടെ എടുത്തില്ലല്ലോ. അയ്യാ, പിന്നെ അത് അവകാശം ഉണ്ടെന്ന് തോന്നിയിട്ടൊന്നും അല്ല, പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ എടുത്തുപോയി. അല്ല, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മാത്രം എന്തിനാണ് നിങ്ങൾ അവിടെ വെച്ചിട്ട് പോയത്? അതൊന്നിൻ്റെ ആവശ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഏതൊരു ആവശ്യത്തിനാണ്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന സ്വർണ്ണം കട്ടെടുത്തൊന്നും അല്ല അല്ലേ? അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ മോഷ്ടിക്കുകയായിരുന്നെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് അവിടെ വെച്ചിട്ട് പോവില്ലല്ലോ. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒരു നയാ പൈസ കുറയാതെ എൻ്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ആൾ സ്വന്തം ആവശ്യത്തിനായിട്ട് എൻ്റെ പണം എടുക്കില്ല. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനാവും നിങ്ങൾ അവളെ എടുത്തിട്ടുണ്ടാവുക. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ ചേർന്ന കാര്യം നടത്തി തരില്ലായിരുന്നോ? പെട്ടെന്നത് കാണാതായപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു. അതുകൊണ്ടാണ് ഇത്രയും കുഴപ്പമുണ്ടായത്. എന്തായാലും വിക്രം തന്നെ അതെടുത്തിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതാരും അറിയില്ലായിരുന്നു. അക്കാര്യത്തിൽ സോറി. സാരമില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരോടും പറയാതെ വിക്രം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം കേട്ടോ. മതി, നിർത്ത. ഒരു പൊട്ട ബുദ്ധിക്ക് സംഭവിച്ചു പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിക്രം പറഞ്ഞപ്പോൾ ഇതിന് മാത്രം ബഹളം വെക്കണേ എന്തിനാ? അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നോക്കുക. വെറുതെ എന്തിനാ കള്ളൻ്റെ പേര് വരുത്തി വെക്കണത്? അത് വരുത്തി വെക്കാൻ എളുപ്പമാണ്, അത് മായ്ക്കാനേ ഇച്ചിരി പാടാ. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് ഇറങ്ങി പോവാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആ ദോശയും കൂടെ ഇങ്ങോട്ടിട്ട്, ഈ ദോശയും കൂടെ ഇങ്ങോട്ടിട്ട്, 2 കൂടെ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീജനെ കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി വിക്രവും വേദയും കൂടെ കഴിക്കാനുണ്ട്. അവരുടെ ഇന്നത്തെ മൂഡ് അനുസരിച്ച് അവരെങ്ങും കഴിക്കാൻ വരാൻ സാധ്യതയില്ല. നീ വെറുതെ ചീത്തയാക്കി കളയണ്ട. ആ സാമ്പാറോടെ ഇങ്ങെടുത്തേ. അങ്ങനെ സാമ്പാറും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജയാണ് ഒന്നും മിണ്ടാതെ ഇവൻ്റെ തീറ്റയെ നോക്കിയിരിക്കുക. പാവം വിക്രം. എല്ലാവരും കൂടി കള്ളാന്ന് വിളിച്ചപ്പോൾ അവൻ ആകെ സങ്കടപ്പെട്ടു. പിന്നെ കള്ളനെ പിന്നെ എടാ കരിചന്ദ്രാന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിശ്വം ചോദിച്ചപ്പോൾ അവന് കള്ളനൊന്നും അല്ല. ഇത്രയും നാൾ അവൻ അങ്ങനെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? എടി, ഓരോന്നിനും ഒരു കാലമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, അതുപോലെ മോഷ്ടിക്കാനൊരു കാലം. അവനങ്ങനെ തോന്നി. ഓരോന്നിനും ഓരോ കാലം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, ഒരു കാലത്തിൽ മാത്രമേ ഉള്ളൂ ഒരു മാറ്റമില്ലാത്തത്. അപ്പോഴേക്കും ഇവൻ ചോദിച്ചു, അതേത് കാലം? ഇരുന്നുണ്ണാനുള്ള കാലം എന്ന് ശ്രീജ ഒന്ന് ആക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. അതേ, വള മോഷ്ടിച്ചൊന്നും അല്ല വിശ്വേട്ടാ. അതാർക്കും മനസ്സിലായില്ലെങ്കിലും വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ദോശയും കൊണ്ട് അവളങ്ങ് പോവാണ്.
അയ്യോ അതും കൊണ്ട് പോവാണോ? കഴിച്ചത് മതി, ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി വീണ്ടും ചുടാനായിട്ട് എനിക്ക് വയ്യ. അപ്പം വിശ്വം പറഞ്ഞു ചിലപ്പം വിക്രം നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കും. ശ്രീജ പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഇനി ദോശയില്ല, ഒത്തില്ല എന്നും പറഞ്ഞാൽ ഉള്ള ദോശയും തിന്നുകൊണ്ട് വിശ്വം ഇങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ്. നന്ദിനി കിടക്കാനൊക്കെ ആയിട്ട് തുടങ്ങുക. അപ്പോൾ വിനായകൻ വന്നു. ഇന്ന് പകൽ ഞാൻ പേടിച്ചു പോയി എൻ്റെ നന്ദിനി. അതെന്തിനാ വിനയേട്ടാ? അല്ല ആ വള കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. നിൻ്റെ മുഖത്താണെങ്കിൽ ആകെ ഒരു അങ്കലാപ്പ്. പിന്നെ വള കാണാണ്ട് പോകുമ്പോൾ അങ്കലാപ്പ് വരല്ലേ, നെഞ്ചിടിച്ചു പോകൂലേ? ആ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു പോയി. നീ എങ്ങാനും എടുത്തു കാണുമെന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാനെന്തിനാ അവളുടെ വള എടുക്കുന്നേ? അല്ല സാധാരണ സ്വർണം കാണുമ്പോൾ നിനക്കാണല്ലോ കൺട്രോളിൽ പോകുന്നത്. അയ്യോ തമാശ അല്ലേ? അല്ല എന്നാലും നിനക്കതെടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. കഷ്ടകാലത്തിനായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും എടുത്തു കാണുമെന്ന് ഞാൻ കയറി പറയുകയും ചെയ്തു. അപ്പോൾ നന്ദിനി പറഞ്ഞു അതെ, നിങ്ങളുടെ ഈ വീട്ടിൽ ആരുടെയും സ്വർണം അടിച്ചു മാറ്റേണ്ട ഗതികേടൊന്നും നന്ദിനിക്ക് വന്നിട്ടില്ല. അത്യാവശ്യത്തിന് സ്വർണവും പണമൊക്കെ തന്നിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അതാരാ എടുത്തേന്നും പണയം വെച്ചേന്നും എനിക്കറിയാം. അതെ, അതൊക്കെ ബാങ്കിലൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ട്. മാസം അതിന് പലിശ അടയ്ക്കുന്നുണ്ട്. എന്നാൽ പിന്നെ സ്വർണം കണ്ടാൽ കൺട്രോൾ പോകുന്നവളാണെന്ന് എന്നെക്കുറിച്ച് പറയരുത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, പണയം വെച്ച് എടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല. എടുത്തിവിടെ കൊണ്ട് വെച്ചാൽ അതിനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛനോട് കണക്ക് പറയേണ്ടി വരും. വെറുതെ എന്തിനാ? ആ സ്വർണം നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ സൂത്രത്തിലെടുപ്പിക്കാം. നീ സമാധാനപ്പെട്. അയ്യടാ സോപ്പിടാൻ വരല്ലേ, ഈയിടെയായിട്ട് എന്നെ ഒന്ന് ഇകഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കോ എന്ന് വിനായകൻ ചോദിച്ചപ്പോൾ ഒക്കെ ഉണ്ട്. അവൾ വന്ന് കയറിയതിന് ശേഷം ആ വേദ. അയ്യോ നീ എന്തൊക്കെയാ പറയുന്നത്? അവൾ എൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ? അതെ, അവളോളം സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല എന്നൊരു തോന്നൽ വിനയേട്ടൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. അത് പിന്നെ ഓരോരുത്തർക്കും വിധിച്ചതല്ലേ നന്ദിനി കിട്ടുള്ളൂ. എനിക്ക് വിധിച്ചത് നീ ആയിപ്പോയി. അതെ, നിങ്ങൾക്കെന്നെ കിട്ടിയത് ലോട്ടറിയാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. എൻ്റെ വിനയേട്ടാ, നിങ്ങൾ കാണിക്കുന്ന സകല കള്ളത്തരത്തിനും ഞാൻ കൂട്ടു നിൽക്കാറുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് ബാങ്ക് ബാലൻസ് എങ്കിലും ഉണ്ട്. ശരിയാ, നീ സത്യവും നേർമ്മയുള്ള ഒരുത്തിയായിരുന്നെങ്കിൽ ഞാൻ തണ്ടിപ്പോയേനെ എന്ന് വിനായകൻ പറഞ്ഞപ്പോഴേക്കും അതല്ല, നീ ശ്രീജേടത്തിയെ പോലെയോ വേദയെ പോലെയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ തണ്ടിപ്പോയേനേന്ന്. വീട്ടു ചെലവ് മൊത്തം എൻ്റെ മേലെ വരില്ലേ? അപ്പം നന്ദിനിയുടെ ഗുണം അറിയാമല്ലേ? പിന്നെ അറിയാതെയാ? എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ലൈറ്റും അടച്ച് കഥകും അടച്ച് കിടന്നുറങ്ങിയാട്ടെ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ അവസാനം ലൈറ്റ് അണയ്ക്കാനും കഥ അടയ്ക്കാനൊക്കെ ആയിട്ട് പോവുക. എന്തായാലും അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ മാഷ് തിണ്ണയിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ കമല മാഷിന് ചായ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. വേദ തുണി അലക്കിക്കൊണ്ട് ആ പരിസരത്ത് തന്നെയുണ്ട്. ആ സമയത്താണ് ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. ഓട്ടോയിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി. കണ്ട ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ആ പെണ്ണ് കയറി വന്നപ്പോഴേക്കും കമല പറഞ്ഞു ജീന, കുറേ നാളായാലോ കണ്ടിട്ട്. അപ്പോൾ അകത്തുനിന്ന് ശ്രീജയും അതുപോലെ നന്ദിനിയൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഈ മാഷും ജീനയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ജീനയും ചോദിക്കുക. ജീനയ്ക്ക് ആണിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ജെൻഡർ തന്നെയാണ്. മോള് വിദേശത്ത് എവിടെയോ പോയിരിക്കുകയായിരുന്നല്ലോ? അതെ, വിസയൊക്കെ ശരിയായതായിരുന്നു. അപ്പോഴാ അമ്മയ്ക്ക് അസുഖം വന്നത്. എന്ത് പറ്റി? അതെ, വയറ്റിലൊരു മുഴ. കണ്ടപ്പോൾ ഡോക്ടറെ കാണിച്ചതാണ്. കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. എന്തായാലും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്തായാലും സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മുഴ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ സർജറി കഴിഞ്ഞു. അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് വന്നത്. വേദയെ കണ്ടുപടി പെൺകുട്ടി ചിരിച്ചു കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അതെ, നീ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വാ എന്ന് കമല പറഞ്ഞപ്പോഴേക്കും അയ്യോ അത് വേണ്ടമ്മേ, ഞാൻ വിക്രമിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പം മാഷി ചോദിച്ചു എന്തിന്? നോക്കുകുട്ടി, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് മോഷണം തുടങ്ങിയിട്ടുള്ളൂ, നാളെ ചിലപ്പോൾ അത് പുറത്തുനിന്നായിരിക്കും എന്ന് മാഷിരുന്ന് പുറപുറുക്കുക കേട്ടോ. എന്തായാലും അവസാനം നിങ്ങളും ഒരു കരുവായിട്ട് മാറും. അപ്പം മാഷേ എന്താ ഇത് എന്ന് കമല ചോദിച്ചപ്പോൾ തല്ലാനും മോഷ്ടിക്കാനും നടക്കുന്നവരുടെ മനസ്സ് മറ്റുള്ളവരുടെ നേരെ ഒന്നും കാണില്ല, അതൊരു ഓർമ്മപ്പെടുത്തല. അപ്പം ജീന അകത്തേക്ക് വാ, വിക്രം എഴുന്നേറ്റിട്ടില്ല എന്നിങ്ങനെ ശ്രീജ പറഞ്ഞു. അപ്പം എനിക്ക് സമയമില്ല, ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് കയറിയതാ. അപ്പം നന്ദിനി പറഞ്ഞു എന്നാൽ നിൽക്ക്, ഞാൻ പോയി വിക്രത്തെ വിളിച്ചിട്ട് വരാം. അപ്പോൾ വേറെ പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ വിക്രത്തെ വിളിക്കണ്ട, ഇതൊന്ന് കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് ആ വളയെടുത്ത് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മുടെ കമല ആ വളയിലേക്ക് നോക്കി. അതിനുശേഷം മാഷിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. എല്ലാവരും അന്തം വിട്ടുപോയിട്ടോ. മോളെ ഇത് എന്ന് കമല ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീജ പറഞ്ഞു വേദ ഇതല്ലേ ആ വള? അതെ ഏട്ടത്തി. അല്ല ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി മോളെ? അത് ഇന്നലെ വിക്രം തന്നാ അമ്മേ.
അമ്മയുടെ ഓപ്പറേഷന് മുമ്പ് ക്യാഷ് അടിക്കണമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടും ക്യാഷ് റെഡി ആയില്ലായിരുന്നു. അവസാനം വിക്രത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ വിക്രം അപ്പം തന്നെ ആശുപത്രി വന്ന് ഇതെന്നെ ഏൽപ്പിക്കുകയായിരുന്നു. വൈകിട്ടോടെ പണം ശരിയായി. രാവിലെ തന്നെ പണയം വെച്ചത് തിരിച്ചെടുത്തോണ്ട് ഞാൻ വന്നതാ. ആ സമയത്ത് ഇത് കിട്ടിയത് വലിയ അനുഗ്രഹമായി മാഷേ. നമ്മുടെ ആശുപത്രിയുടെ ആൾക്കാരുടെ സ്വഭാവം അറിയാലോ. ക്യാഷ് അടച്ചില്ലെങ്കിൽ ഒരു ദയം കാണില്ല. ഇതാ അമ്മേ, ഇത് കൊടുത്തേരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം കമലയുടെ കയ്യിലേക്ക് വെച്ച് നീട്ടാം. ആ ഒരു സമയത്ത് മാഷൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. കമല വള മേടിച്ചില്ല. ആ സമയത്താണ് വിക്രം വരുന്നത്. ആഹാ, എന്താ ജീന രാവിലെ തന്നെ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം അവൻ്റെ ഔട്ട് ഹൗസിൻ്റെ വാതിൽ തുറന്ന് ഇവർക്കിടയിലേക്ക് വരികയാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? മുറിയിലേക്ക് മാറ്റിയില്ല, ICU തന്നെയാണ്. ഞാൻ ഈ വള തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാ. വൈകിട്ടായപ്പോഴേക്കും ക്യാഷ് ശരിയായി. രാവിലെ തന്നെ തിരിച്ചെടുത്തു. അപ്പം ഇത് ഇവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വേദയോട് പറയുക വിക്രം. വേദയ്ക്ക് കൊടുത്താൽ മതി എന്ന്. ആ സമയത്ത് വേറെ മാർഗമൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്, സോറി എന്നും വേദയോട് പറഞ്ഞു. എന്നിട്ട് മാഷിൻ്റെ മുഖത്ത് നോക്കി കമലയോടും പറഞ്ഞു, പേടിക്കണ്ടമ്മേ, ഞാൻ മോഷണമൊന്നും തുടങ്ങിയിട്ടില്ല. ശ്രീജയ്ക്കാണേലും സന്തോഷം കേട്ടോ. ഞാൻ മുഖം കഴിയിട്ട് വരാം. അമ്മ കാപ്പി എടുത്ത് വയ്ക്കുക. കമലയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുക കേട്ടോ. ജീന ആ വള വേദയ്ക്ക് കൊടുത്തേരെ. പോകുന്നതിന് മുമ്പ് അതെ വിക്രം എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് വിക്രം വന്നില്ലായിരുന്നെങ്കിൽ അതെ താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, വേദയോടാണ്. വേദയുടെ വളയല്ലേ. വിക്രം പല്ല് തേക്കാനും മുഖം കഴുകാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ഇന്നലെ വിക്രത്തെ കുറ്റപ്പെടുത്തി എല്ലാവരുടെയും മുഖത്ത് സങ്കടം കാണാം. മാഷും ആകെ കുറ്റബോധത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. കമലയുടെ കണ്ണുകളാണ് നിറഞ്ഞൊഴുകുക. എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്നും ജീനയ്ക്ക് കാര്യം മനസ്സിലായി. ജീന ചോദിച്ചു, കുട്ടിയോട് പറയാതെയാണല്ലേ വിക്രം ഈ വളയെടുത്ത് എനിക്ക് തന്നത്? വിക്രം മോഷണം തുടങ്ങിയെന്ന് മാഷ് പറഞ്ഞത് അതാണല്ലേ എന്നൊക്കെ ജീന ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, പറയുന്ന വാക്കിന് വില കൊടുക്കുന്നയാളാ വിക്രം. ഏത് സമയത്തിനും എന്ത് സഹായത്തിനും വിളിക്കാവുന്ന ഒരാളാണ്. അത്ര നല്ലൊരു മനുഷ്യനാണ്. ആങ്ങളെയാകാൻ ഒരു വയറ്റ് തന്നെ ജനിക്കണമെന്നൊന്നും ഇല്ല കുട്ടി. ഇത് വെച്ചോ. അപ്പം സാരമില്ല, ഇനിയും ആവശ്യങ്ങൾ വരില്ലേ, ഇത് കൈ തന്നെ വെച്ചോ എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട, ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതി. രാധ പറഞ്ഞിട്ടാണ് എനിക്ക് വേദയെ അറിയാവുന്നത്. കേട്ടപ്പോൾ കുട്ടിയോട് എനിക്ക് ദേഷ്യമായിരുന്നു ആദ്യം തോന്നിയത്. രാധയ്ക്ക് കിട്ടിയ സൗഭാഗ്യം തട്ടിപ്പറിക്കാൻ വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പം കണ്ടപ്പം മനസ്സിലായി വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് ശരിക്കും വേദ തന്നെയായിരുന്നു. മാഷിതൊക്കെ കേട്ടുകൊണ്ട് ഉമ്മർത്തിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും വള വേദയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് ജീന പോവാണ്. അപ്പം വേദ പിന്നാലെ വിളിച്ചു, നിൽക്ക്, ഇനിയൊരാവശ്യം വരുമ്പോൾ വിക്രത്തെ വിളിക്കുന്നത് പോലെ തന്നെ ജീനയ്ക്ക് എന്നെയും വിളിക്കാം, കേട്ടല്ലോ. എന്തായാലും മാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. മാഷേ, വിധിക്കാൻ എളുപ്പമാണ് കേട്ടോ മാഷേ, മനസ്സിലാക്കാനാ പാട്. വരട്ടെ മാഷേ എന്നും പറഞ്ഞുകൊണ്ട് ജീനി അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും വേദ മാഷിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. വേദയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ച് മാഷ് അകത്തേക്ക് കയറി പോവുകയാണ്. വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ ഒരു സന്തോഷത്തിലാണ് കമലയും. കാരണം മാത്രമല്ല കമല സന്തോഷം മാത്രമല്ല, ഒരു കുറ്റബോധവും ഉണ്ട്. കാരണം തെറ്റിദ്ധരിച്ച് പോയല്ലോ എന്നോർത്തുള്ളൊരു കുറ്റബോധം. അടുക്കളയിൽ പാലൊക്കെ കാച്ചിക്കൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ് കമല. അപ്പോൾ ചായ ആയില്ലേ എന്നൊക്കെ ചോദിച്ച് വിക്രം വന്നിട്ടോ. വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആകെ സങ്കടം വരിക. ഇന്നലെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ വളയെടുത്തത് ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് എന്താ അമ്മ വ്യത്യാസം? ഞാൻ ചെയ്തത് നന്നായി എന്ന് അച്ഛൻ പറയുന്ന അമ്മയ്ക്ക് തോന്നണുണ്ടോ? അതൊരിക്കലും പറയില്ല. അച്ഛൻ്റെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ് ഞാൻ. അത് സ്ഥാപിക്കാൻ അച്ഛൻ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാനായിട്ട് എന്തിനാ അമ്മ അത് തിരുത്തണത്? എനിക്കറിയാം. ഇന്നലെ രാത്രി അമ്മക്ക് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും. എല്ലാം തികഞ്ഞവനാണെന്നോ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്നൊന്നും ഞാൻ അമ്മയോട് പറയില്ല. പക്ഷെ ഞാൻ കാരണം അമ്മയ്ക്കിനി ആരുടെ മുന്നിലും തല താഴ്ത്തേണ്ടി വരില്ല. ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് ഞാൻ തരാം, പോരെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും മകനെ ഇങ്ങനെ തൊട്ട് തലോടുകയാണ് അമ്മ. കമല കരഞ്ഞുകൊണ്ട് മകൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നിങ്ങനെ കരയാം. ഒന്നുമില്ല, എന്തിനമ്മ കരയുന്നത് എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് വിക്രം പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ അവനെ മുഖം പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത അമ്മ. അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം സ്വന്തം മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്, പോകാനായിട്ട്, എവിടെയോ പോകാനായിട്ട്. അപ്പോൾ വേദ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ആഹാ വേദയോ, കയറി വാ വേദ, അകത്തേക്ക് വാ. എന്തായാലും വിക്രം വിളിക്കുന്നതൊക്കെ കേട്ട് ഞെട്ടിപ്പോയിട്ടോ വേദ. ഇത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ വേദ അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അതെ ഇരിക്കടോ. അങ്ങനെ വേദ ഇരുന്നു. താനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നോട് സോറി പറയാനല്ലേ എന്ന് വിക്രം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല, ഞാൻ കരുതി ഒരു കള്ളനായ എന്നെ തെറ്റിദ്ധരിച്ചതിന് ഒരു സോറി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് എന്ന്. അപ്പോൾ വേദ പറഞ്ഞു, അതിന് ഞാൻ നിങ്ങൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. ഞാൻ വന്നത് നിങ്ങളെ അഭിനന്ദിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ്, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. വീടിനകത്തൊരു തെന്മാടിയാണെങ്കിലും പുറത്ത് ചിലർക്കെങ്കിലും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ.
ഗുഡ്, കൺഗ്രാറ്റ്സ്. അപ്പോഴേക്കും വേദയോട് വിക്രം ചോദിച്ചു, എന്തായാലും താങ്ക്സ്, ഒരു കാപ്പി ഇട്ട് തരട്ടെ? വേണ്ട, എനിക്ക് വേണ്ട. വേദ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിക്രം ചോദിച്ചു, കുറച്ച് നേരം ഇവിടെ ഇരിക്കാവോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും വേദ അന്തം വിട്ടു പോയിട്ട് അവരെന്താ പറയാൻ വരുന്നതെന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നല്ല ഫ്രണ്ട്സായിട്ട് തുടരാനാണ് ഇവരുടെ തീരുമാനം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.